എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവേൾഡ് ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പറും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിരിക്കണം. എന്റെ ഡാഡിയാണ് സാർ. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലന്റെ അച്ഛനായില്ലയോ? ഇരി ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായ ഈ അച്ഛനെ അച്ഛനെ നാണം കെടുത്തുന്നേ? നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. മുറിക്കകത്തുനിന്ന് ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ. മോനെ മോനെ. ദാ നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ എന്താ കാണാമോ? മോനുണ്ടാകത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ എന്താ ചായ പറയുന്നേ? എന്താ എന്തു പറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തത്. വെള്ളം Victory! Victory! Oh, one time! Hey, victory! പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയടാ.
ഫോട്ടോഗ്രാഫർ വന്നില്ല. പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. മർഡോണ എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ. Prem, take the class. ഗുഡ് മോർണിംഗ്. Morning. ഐ എം മറഡോണ. മറഡോണ. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്തേ ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും അത്? ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനാ എപ്പോഴും പപ്പ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാര് മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും, എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലിച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്. കെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടെന്ന് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, 24 മണിക്കൂർ തുടർച്ചയായി വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ശ്രീ ഖദർ മൂസ. സുഹൃത്തുക്കളെ, 24 മണിക്കൂർ തികയാനിനി വെറും 25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരും ബഹളമുണ്ടാക്കരുത്. പ്ലീസ് സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷൻ കളയരുത്. സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ കോൺസെൻട്രേഷൻ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാഖാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കിക്കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാഖാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ. ഓ, ഒരു രസം. അയ്യോ, പ്രിയമുള്ളവരെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക. ഒന്നോട്ട് പോട്ടെ, ഫയർ എഞ്ചിൻ പോട്ടെ. മാറു പ്ലീസ്.
Oh my God! Come fast, fast! Come on, chuk, chuk! Jump, jump, jump! ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാക്കന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ദീപ്കൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. അല്ലാ.